സമ്മാനിക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് നമ്മുടെ പുഞ്ചിരി. ഏതൊരു കർമ്മവും വാക്കും അത് എത്ര നിസ്സാരമായിരുന്നാലും മനുഷ്യ നന്മയ്ക്ക് ഉതകുന്നതാണെങ്കിൽ അത് പുണ്യവും അമൂല്യവുമായി മാറുന്നു. അറിവും ത്യാഗവും കഠിനാധ്വാനവും നിരന്തര പ്രയത്നവും ചെയ്യുന്ന പ്രവൃത്തിയോടുള്ള ആത്മാർത്ഥതയുമാണ് വിജയം. നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന സന്തോഷവും സങ്കടവും നഷ്ടവും നേട്ടവും ഒന്നും സ്ഥിരമാവണമെന്നില്ല. എല്ലാം മാറി മാറി വരുന്നു. കാലങ്ങൾ കടന്നു പോകുമ്പോൾ എല്ലാവരിലും മാറ്റങ്ങൾ സംഭവിക്കും. ഇന്ന് നമ്മളെ ചേർത്ത് നിർത്തിയവർ നാളെ നമ്മെ മാറ്റി നിർത്തിയേക്കാം. മനസ്സിലെ മുൻഗണന മാറുമ്പോൾ സ്ഥാനത്തിനും മാറ്റം വരാം. ചിലരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ചിലരെ ഒരായുസ് മുഴുവൻ കൂട്ടിയാലും മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല. നിലനിർത്താൻ ആഗ്രഹിക്കുന്ന ബന്ധങ്ങൾക്കിടയിൽ യഥാർത്ഥ സ്വഭാവം പരസ്പരം മനസ്സിലാക്കണം. ചിലപ്പോൾ ബന്ധങ്ങൾ നഷ്ടപ്പെട്ടേക്കാം, പക്ഷേ കൂടെ നിന്നാൽ അവരെന്നും ഉണ്ടാകും. പുറമേ നിന്ന് നോക്കുമ്പോൾ സന്തോഷവാന്മാരാണെങ്കിലും മിക്ക മനുഷ്യർക്കും അവരവരുടേതായ പ്രശ്നങ്ങളുണ്ട്. അതിനാൽ നമുക്ക് ചുറ്റുമുള്ളവരെ അടുത്തറിയാൻ ശ്രമിക്കണം. നമ്മൾ ധനികനോ കുലീനനോ കഴിവുള്ളവനോ വിദ്യാസമ്പന്നനോ ആരുമായിക്കോട്ടെ, മറ്റുള്ളവർ എങ്ങനെ പെരുമാറുന്നു എന്ന അടിസ്ഥാനമാക്കിയാണ് നമുക്കുള്ളിലെ വ്യക്തി രൂപപ്പെടുന്നത്. നിങ്ങൾ കേൾക്കുന്ന എല്ലാ കഥകളും വിശ്വസിക്കരുത്. ഏതൊരു കഥയ്ക്ക് 3 വശങ്ങളുണ്ട്. 1 അവരുടെ ഭാഗത്തു നിന്നുള്ള കഥ, 2 നിങ്ങളുടെ കഥ, 3 യഥാർത്ഥ സത്യം. ജീവിതത്തിൽ നമുക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ലാത്ത നിമിഷങ്ങളുണ്ടാകും. അന്നു മുതൽ നമ്മൾ സ്വയം സംസാരിച്ചു തുടങ്ങണം, സ്വയം തീരുമാനിച്ചു തുടങ്ങണം. മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയുന്ന സദസ്സിൽ നിങ്ങൾ ഒരിക്കലും ഇരിക്കരുത്. കാരണം നിങ്ങൾ ഇരുന്ന കസേര ഒഴിയുന്ന സമയം മുതൽ അവരുടെ അടുത്ത ചർച്ച നിങ്ങളായിരിക്കും. നേരിടേണ്ടി വരുന്ന സാഹചര്യങ്ങളെ ഓർത്ത് പിന്മാറിയവരല്ല, സ്വന്തം കഴിവുകളിൽ വിശ്വാസമുള്ളവരാണ് ജീവിതത്തിൽ സ്വപ്നങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ളത്. വിജയത്തിലൂടെയല്ല ശക്തി കൈവരുന്നത്, നമ്മുടെ പ്രശ്നങ്ങളാണ് ശക്തി രൂപീകരിക്കുന്നത്. ഏത് വിഷമഘട്ടത്തിലും നമ്മൾ തളരില്ല എന്ന് തീരുമാനിച്ചാൽ അതാണ് നമ്മുടെ ശക്തി. തളർന്നു വീണത് കണ്ടാൽ ചിരിക്കാൻ പലരും ഉണ്ടാകും എന്ന തിരിച്ചറിവിൽ നിന്നാണ് താങ്ങാൻ ആളില്ലെങ്കിലും വീണ്ടും ഉയർന്നു നിൽക്കണം എന്ന ബോധമുണ്ടാകുന്നത്. ചതിക്കുന്ന സ്ത്രീകളെ 2 കാര്യങ്ങളുടെ തിരിച്ചറിയാൻ കഴിയും. നിങ്ങൾക്ക് വളരെ നിസ്സാരമായി തോന്നുന്ന കാര്യങ്ങളിൽ അവർ കരയും. നിങ്ങൾക്ക് വളരെ നിസ്സാര പരിക്കു പറ്റിയാൽ വിശ്വസിക്കാനാവാത്ത വിധം ആശങ്ക പ്രകടിപ്പിക്കും. ഒരാൾ ആരുമായി ചങ്ങാത്തം കൂടുന്നുവോ അതനുസരിച്ചായിരിക്കും അയാളുടെ നിലനിൽപ്പിലും സ്വഭാവത്തിലും മൂല്യത്തിലും വ്യത്യാസമുണ്ടാകുന്നു. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.